ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെറൈറ്റി ഡിഷുകളെന്ന് പറഞ്ഞാൽ എൻ്റെ നാടൻ റെസിപ്പികളാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റി റെസിപ്പികളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ അലക്കാനായിട്ട് തുണികൾ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പം രാവിലെ എനിക്കുമ്പോൾ തന്നെ അതങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എല്ലാം കഴിഞ്ഞ് പണികളൊക്കെ കഴിയുമ്പോഴേക്കും അത് അവിടെ ഉണങ്ങി കിടപ്പുണ്ടാവും, നമുക്കത് വിരിച്ചിടേ വേണ്ടോ. അപ്പം അങ്ങനെ ആ ജോലി കഴിഞ്ഞ് കിട്ടിക്കോളും. ചേട്ടൻ അവിടെ ചോറ് വാർത്ത് കട്ടൻ ചായ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ചായ കുടിച്ചൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ ക്യാമറ എടുത്ത് തുണികൾ കഴുകാനൊക്കെ വന്നിട്ടുള്ളൂ. അത് കുറച്ച് നേരമൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ അതിന് ലാസ്റ്റ് ഒന്ന് ഓടിപ്പെടേണ്ടി വന്നു. പക്ഷേ അത് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ വഴിയെ പറയാം. അപ്പോൾ അതാ വന്നു കാണിട്ട് ഇനി നമുക്ക് കറികൾ വയ്ക്കേണ്ട ഒരു പരിപാടിയുള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകിച്ചൊന്നും ഇന്ന് ഉണ്ടാക്കണില്ല, ഇന്ന് വൈകുന്നേരമാണ് കേട്ടോ പലഹാരം ഉണ്ടാക്കിയത്. ചോറ് പോരായി ഞാൻ തോന്നിയപ്പോൾ ചിലപ്പോൾ ഒക്കെ അങ്ങനെ തോന്നും. പക്ഷേ ആ ചോറ് കൊണ്ടൊക്കെ ചിലപ്പോൾ പറ്റും, എന്നാൽ കൂടി ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ലേ പോരായാലോ മതിയായില്ലെങ്കിലോ. അപ്പം അങ്ങനെ വിചാരിക്കുന്ന ദിവസം നമ്മളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ അതെന്തായാലും മതിയാവാണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വൈകുന്നേരമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഇന്നലെ സാധനങ്ങൾ വാങ്ങിച്ചോണ്ടൊക്കെ ചേട്ടനാണ് എടുത്ത് വെച്ചത്. വെറുതെ അങ്ങനെ തള്ളി കയറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്ഥലം പോലും ഇല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. അതിനുള്ള സാധനങ്ങളൊന്നും ഇല്ലാനും ഒതുക്കി വയ്ക്കാണ്ടേ ആകെ അങ്ങനെ പരന്ന് കിടക്കണ്. അപ്പം ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് താഴ്ത്തിട്ട് കണ്ടിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വെച്ചു. അറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ഒരു വലിയതൊന്നല്ല, നമുക്ക് എടുക്കാൻ കിട്ടുന്ന പാകത്തിലും അതുപോലെ വെജിറ്റബിൾ ചീഞ്ഞ് പോവാത്തൊരു രീതിയിലും കേട്ടോ. എപ്പോഴും അടച്ച് തന്നെ ഇരിക്കണം. അതേപോലെ തന്നെ ബോക്സുകളിലാണ് വെക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിലേക്ക് ആ തണുപ്പിൻ്റെ വെള്ളമൊക്കെ എന്തായാലും ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുന്ന നേരത്തെ ആ മോൾ ഭാഗം ഒന്ന് തുടച്ച് കൊടുത്താൽ മതി. വലിയ ആവശ്യമൊന്നുമില്ല. ഒരാഴ്ചക്ക് എന്തായാലും പച്ചക്കറി നല്ല ക്ലിയർ ആയിട്ടിരിക്കും. അതേ കൂടുതലിരിക്കണമെങ്കിലാണ് നമ്മൾ ടിഷ്യൂ ഒക്കെ വെച്ച് നല്ല സെറ്റ് ചെയ്തൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അത്ര കൂടുതൽ പച്ചക്കറിയൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ മാത്രമാണ് കേട്ടോ ചേട്ടാ അങ്ങനെയൊക്കെ കൂടുതൽ വാങ്ങിക്കുള്ളൂ. അങ്ങനെ ചോന്ന് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ട് കുറേശ്ശെ വാങ്ങിച്ചാൽ മതി. ദിവസം മാർക്കറ്റിൻ്റെ അവിടേക്ക് തന്നെയാണല്ലോ ജോലിക്ക് പോണത്. ചേട്ടാ അത് ആ ബ്രഷും കൊണ്ട് കുറേ നേരം നടക്കും. അത് കഴിഞ്ഞിട്ട് പോണ നേരമാകുമ്പോൾ സമയം തികയാണ്ട് ഓടി പടഞ്ഞിട്ടൊക്കെ ആവും ബസ്സിൽ കയറുക കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചേട്ടൻ്റെ ഒരു സ്വഭാവം. ഇപ്പം ഇങ്ങനെ ആ ബ്രഷും പിടിച്ച് വളരെ അവിടെയൊക്കെ നടക്കും. അതൊരു സന്തോഷം തന്നെയാണ്. പക്ഷെ നമ്മൾ പോവാൻ നേരം വൈകാൻ പാടില്ലല്ലോ. അപ്പോൾ അതാ കായയാണ്, ഞാൻ ഇന്നും കായേനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒഴിച്ച് കറിയാണ് കേട്ടോ ഉണ്ടാക്കണത്. നേന്ത്രക്കായും ഉണ്ട്, അതിൻ്റെ ഇടയിൽ ചെറുകായും ഉണ്ട്, ബജിക്കായും ഉണ്ട്, അങ്ങനെ എല്ലാ കായകളും കൂടി ഉണ്ട് കേട്ടോ. എനിക്കതിൻ്റെ മെഴുക്ക് പറ്റിയാണ് കൂടുതൽ ഇഷ്ടം. എന്നാലും ഇന്ന് ഒരു ചാറുകറി എൻ്റെ അമ്മയുടെ ഒക്കെ ഒരു റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ഉടായ്പ കറികളൊക്കെ അമ്മയുടെ തന്നെയാണ് കേട്ടോ എൻ്റെ കൂടുതലും. അപ്പോൾ അത് എടുത്തു വെച്ചു. പിന്നെ അതാ പ്രഷർ ചീര ഉണ്ടല്ലോ, അത് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്തിരി കുറവുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും കൂടി വേണം. അപ്പോൾ ആദ്യം തന്നെ വേറെ എന്തെങ്കിലും കൂടി അല്ല, ക്യാരറ്റാണ് കേട്ടോ ഞാൻ അതിൻ്റെ കൂടെ ഇട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചീര കുറവായ കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കൂട്ടുകാർ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ വെച്ച് നോക്കിയോളാം കേട്ടോ. സാധാ ചീരയല്ല, പ്രഷർ ചീരയാണത്. പിന്നെ അതാ കായ എടുത്ത് അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കായ തലേദിവസം കായ പിന്നെ അരിയാൻ അങ്ങനെ അത്ര പെരുത്ത സമയമൊന്നും ആവശ്യമില്ലല്ലോ. ചെറുകായ ആയതുകൊണ്ട് തന്നെ ഫുള്ള് തോലിങ്ങനെ വലിച്ച് കളയും കേട്ടോ. പിന്നെ അതത്ര അങ്ങോട്ട് പുറം ഭാഗമൊന്നും അത്ര അങ്ങോട്ട് വൃത്തി തോന്നണില്ല. അപ്പം എന്തായാലും ഫുള്ളായിട്ട് തോലങ്ങോട്ട് വലിച്ച് കളഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് രണ്ടെണ്ണം അവിടെ നിന്ന് തന്നെ അരിഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ഞാൻ എന്തിനീ നിൽക്കണേ എന്ന് വിചാരിച്ച് പിന്നെ അവിടെ താഴത്ത് പോയി ഇരുന്നിട്ട് കഷ്ണം നുറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കഷ്ണങ്ങൾ നോക്കി ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് വരാമല്ലോ. അപ്പോൾ തലേദിവസം ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തലേദിവസം ഈ ദിവസം ചിലപ്പോൾ എനിക്ക് എഡിറ്റിങ് കഴിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസം ഞാൻ പിന്നെ ചിലപ്പോൾ എഡിറ്റിങ് കഴിയുമ്പോഴേക്കും ഇങ്ങനെ പെട്ടെന്ന് കെടുക്കണം എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യാനായിട്ട് വരില്ല. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പിറ്റേ ദിവസമൊക്കെ എല്ലാതും അറേഞ്ച് ചെയ്തൊക്കെ വെക്കും കേട്ടോ. കഷ്ണങ്ങൾ അരിഞ്ഞ് വയ്ക്കാന്ന് വെച്ചാൽ വലിയൊരു സഹായം തന്നെയാണ്, അതിലൊരു സംശയവും ഇല്ല. അങ്ങനെ കായൊക്കെ അരിഞ്ഞ് ഇന്നലത്തെ വീഡിയോയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു കായ കഴുകിയ പാത്രമാണോ. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ അരിപ്പ പോലെ ഉണ്ട് കേട്ടോ. നല്ല എളുപ്പമാണ് നമുക്ക് പയറും കടലും അരിയും അങ്ങനത്തെ ഒക്കെ കഴുകാനായിട്ട്. ആ ഒരു പാത്രം അത്ര വലിയൊന്നുമില്ല, നല്ല പാത്രമാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ട് 3-4 വർഷമൊക്കെ ആയി. അതിനൊരു കേടും ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പാത്രമായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അതാ കായ കുക്കറിലേക്ക് ഇട്ടുകാട്ട് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി വേണമെങ്കിൽ നേരത്തെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് 2 പച്ചമുളക് കിട്ടും കേട്ടോ, 2-3 പച്ചമുളക് കിട്ടും. പിന്നെ മാങ്ങയും തക്കാളിയും ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ നേരത്തെ ഇടാം. പക്ഷെ ഞാൻ കായ ഒന്ന് വെന്തതിന് ശേഷമാണ് അതൊക്കെ ചേർത്തത് കേട്ടോ. അപ്പോൾ ഈ നാടൻ റെസിപ്പികളുടെയൊക്കെ ഷോർട്ട് വീഡിയോ എന്തായാലും വരും. അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ച അതേ ടൈമിൽ തന്നെ ചീഞ്ചട്ടി ചെറിയ തീയിൽ ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോഴേക്ക് പിന്നെ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി വെളിച്ചെണ്ണ ഒഴിച്ചങ്ങാട്ട് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും പച്ചമുളകും കൂടിയിട്ട് മൂപ്പിച്ചു. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടികളായിട്ട് ചേർത്തു കേട്ടോ. മുളക് പൊടിക്ക് പകരം നമുക്ക് ഇടിച്ച മുളകുണ്ടല്ലോ അത് ഇടാൻ വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിലേക്ക് ക്യാരറ്റും അത് പൊടിയായി അരിഞ്ഞു കേട്ടോ. ക്യാരറ്റ് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ചീരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് കുറേ നേരം മൂടി വയ്ക്കേണ്ട, ഒന്ന് മൂടി വെച്ചാൽ മതി. അതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചീരയിലും ക്യാരറ്റിലും ഒക്കെ നിറയെ വെള്ളമുണ്ട്. അങ്ങനെ മൂടി വെച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 തരം കറി അങ്ങനെ വേഗം നമുക്ക് റെഡിയാവും. അത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു, വല്ലാണ്ട് ഉടയണ്ട. എന്നാലും പരിപ്പുണ്ടെങ്കിൽ പിന്നെ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്ന് ഉടയ്ക്കണം കേട്ടോ കായ. അതാണ് അതിൻ്റെ ടേസ്റ്റ് ഈ ഒരു കറിയിലേക്ക്. അപ്പോൾ കായേനെ റെഡിയാക്കി അതിലേക്ക് ഞാൻ ഒരു തിരി മാങ്ങ കേട്ടോ, ഒരു മാങ്ങയുടെ പകുതിക്ക് ഉണ്ടാവും, അധികം പുളി വേണ്ട. പുളി അധികം ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു കുഞ്ഞ് തക്കാളി, പിന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പെട്ടെന്ന് ഓർമ്മയില്ലാണ്ട് ഇട്ട് കൊടുത്തതാണ് ആദ്യം ഇട്ട് കൊടുത്തത്. രണ്ടാമത് മഞ്ഞൾപ്പൊടി ചേർത്തു എന്ന് മാത്രം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒറ്റ വിസിലും കൂടി അടിക്കാമെന്ന് ചോദിച്ചു. വിസിലടിക്കുന്നതിന് മുന്നേ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. എന്താ വെച്ചാൽ കായ പെട്ടെന്ന് അടുക്കി പിടിക്കും, ഇതേപോലെ വെന്തതല്ലേ. അപ്പോൾ അത് അടുപ്പത്ത് ഇടുന്ന നേരം കൊണ്ട് തന്നെ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുക. കുറച്ച് നാളികേരം, അതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി, 2-3 അല്ലി ചുമന്നുള്ളി, പിന്നെ ഇത്തിരി ജീരകം കേട്ടോ. ഞാൻ ജീരകത്തിൻ്റെ പൗഡറാണ് ഇട്ടത്. അത് വല്ലാണ്ട് അരയ്ക്കേണ്ട, ക്രഷ് ചെയ്ത് ഒന്നിങ്ങനെ അവിയലിനൊക്കെ അരക്കില്ലേ അതേപോലെ അരച്ചെടുത്താൽ. അപ്പോഴേക്കും നമ്മുടെ ചീരയും ക്യാരറ്റും നന്നായിട്ട് അതിന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനത് തുറന്ന് വെച്ച് ഒന്ന് പരത്തിയിട്ടു കേട്ടോ, ഉള്ള വെള്ളം ഒന്ന് വറ്റി പോകാനായിട്ട്. അപ്പം ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ. മനസ്സിലാവാത്തൊരു ഷോർട്ട് വീഡിയോ കണ്ടാൽ മതി. ചിലപ്പോൾ 1-2 ദിവസം വൈകുന്നു മാത്രം. ഇന്ന് തന്നെ നാളെ തന്നെ അതായത് ഉണ്ടായിന്ന് വരില്ല. അതിലേക്ക് ഇത് നമ്മുടെ കായ ചട്ടിയിലേക്ക് ഞാൻ ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നാളികേരം കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്നൊന്ന് വരുന്നവരെ തിളപ്പിക്കുക കേട്ടോ. വല്ലാണ്ട് തിളച്ച് മറിയുന്നൊന്നിൽ എന്നാലും ഒന്ന് തിളയ്ക്കണം. അപ്പോൾ അത് മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഉപ്പൊക്കെ പോരായിണ്ട്, അതൊക്കെ ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചു. പിന്നെ അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് ഒഴിക്കണം കേട്ടോ. വറ്റൽമുളക് കഴിഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അത് ഇട്ട് മൂടി വെച്ച് 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ, തമ്മിൽ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ആ ഒരു കറിയുടെ പരിപാടി കഴിഞ്ഞു. ശ്രീകുട്ട അവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചീര ആയിട്ടുണ്ടല്ലോ, അത് കൂട്ടി കഴിച്ച് തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒഴിച്ച് കറിയും കൂടി കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ക്യാരറ്റ് ചേട്ടൻ കവറിൽ വെച്ചിട്ട് തുറന്ന് വെച്ചിരുന്നത്. അപ്പോൾ നിറയെ വെള്ളമുണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചും കണ്ടിട്ട് ഒരു ബോക്സിലേക്ക് ഇട്ട് വയ്ക്കാണ് കേട്ടോ. ബോക്സിലാകുമ്പോൾ അത്ര കുഴപ്പമില്ല. ശ്രീകുട്ടന് ഒരു 5 ബോക്സ് തയ്യാറാക്കി. അവർ ചാറ് കറിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. കണ്ടപ്പാ ഞാൻ വാതിൽ തുറക്കുമ്പോൾ നിന്നെ മേല് കൊള്ളൂട്ടാ. കണ്ടപ്പൻ ഇപ്പോൾ 2 ദിവസമായിട്ട് ആരും കാണാണ്ട് മേലേക്ക് ഇതേ ഇങ്ങനെ കയറി വന്ന് അവിടെ കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ ആദ്യത്തിനൊക്കെ ശല്യപ്പെടുത്തണോണ്ടാ എന്താണെന്നറിയില്ല, അവരേ നേരെ കണ്ടപ്പനായിട്ട് കളിപ്പിക്കും കേട്ടോ. അപ്പോൾ അത് കാരണമാവും. അവന് പേടിയൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അതങ്ങനെ പ്രകടിപ്പിക്കൊന്നുമില്ല കേട്ടോ. പാവാണ്, ഒക്കെ ഇഷ്ടത്തിൽ ഇങ്ങനെ ഇരിക്കും. എന്നാൽ ചിലപ്പോൾ ദേഷ്യം വരുന്നുണ്ടാവും. അത് കാരണം കൊണ്ട് അവർ 2 ദിവസമായിട്ട് ചെയ്യുന്ന സൂത്രമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കോണി കയറി വന്ന് അവിടെ കിടന്ന് ഉറങ്ങണ പരിപാടി ആരും കാണില്ല. അപ്പോൾ അകത്തധികം കിടത്താത്ത കാരണം എന്താണെന്നറിയില്ല, എന്തെങ്കിലും ആവട്ടെ, പൂച്ചകൾ മനസ്സിലിരിക്കുന്നത് നമുക്കറിയില്ല. അത് കഴിഞ്ഞ് തുണികളൊക്കെ വിരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ മിഷീനിലിട്ട് ഉണങ്ങിയത് തന്നെയാണ് കൂടുതലും. ചേട്ടൻ്റെ ഡ്രസ്സ് തന്നെ ഉണ്ടാവുക. എൻ്റെ ഡ്രസ്സ് കല്ലുമ്മയല്ല അലക്കാം. അപ്പോൾ ചേട്ടൻ്റെ പാൻറ്റ് ഷർട്ടും അലക്കിയിട്ടില്ലെങ്കിൽ അത് ശരിക്കും ഉണങ്ങി കിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും അപ്പം എൻ്റെ വീട്ടിലിടുന്നതും കൂടി ഇടും. പിള്ളേരുടെ ഈ പറഞ്ഞ മാതിരി ഏകദേശം ഒരുമിച്ച് തന്നെ ഒക്കെ തന്നെയാണ് കേട്ടോ കഴുകുക. പോവാന്ന് വാ എനിക്ക് നീ. അവൻ്റെ കൂടെ ടെറസിലേക്ക് വന്ന് ഞാൻ തോരയിടുന്ന നേരത്തെ അവിടെ കിടന്നു. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നും കണ്ട് താഴ്ത്തു കൊണ്ട് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പോണ നേരത്തെ അങ്ങനെ പൂട്ടിയിട്ട് പോവില്ല, അതിനെ അകത്തിട്ടിട്ട് പൂട്ടിയിട്ട് പോയാൽ ശരിയാവില്ല, അതിന് പുറത്തേക്കൊക്കെ പോകണ്ടേ. പിന്നെ അത് ഓടി വന്ന് നേരം വൈകിട്ടാണ്. അപ്പോൾ നേരം വൈകിപ്പോൾ ഓടി വന്ന് ഞാൻ ആദ്യം തന്നെ എനിക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി വെച്ചു. ചൂടുവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുളിക്കുക. നീർക്കെട്ട് വരികയാണ് പച്ചറത്തിൽ കുളിക്കുമ്പോൾ. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ പരീക്ഷണം? ആ കറണ്ട് ചാർജ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചൂടുവെള്ളം വയ്ക്കാണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വയ്യാണ്ടായിട്ട് അതിൻ്റെ ഇരട്ടി പൈസയും പോവും, ഞാൻ വേദന അനുഭവിക്കണം. അപ്പോൾ അത് വേണ്ടല്ലോ. അപ്പോൾ എന്തായാലും ചൂടുവെള്ളം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കുളിക്കുക. പിന്നെ വേഗം ചോറ് പകർത്തിയിട്ടുണ്ട്. സ്റ്റീൽ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ പരമാവധി ചോറും കറികളൊക്കെ പകർത്തുക. ചൂടാറിയ ദിവസങ്ങളിൽ പ്ലാസ്റ്റിക് പാത്രത്തിൽ വേണമെങ്കിൽ പകർത്താം. ഇന്ന് പിന്നെ സ്റ്റീൽ പാത്രം നോക്കിയപ്പോൾ കിട്ടി. അപ്പോൾ പിന്നെ പരമാവധി അതിൽ തന്നെ പകർത്തു കേട്ടോ. അത് തന്നെയാണല്ലോ ഹെൽത്തി. അപ്പോൾ അതങ്ങനെ പകർത്തി ബാഗും കൂടി ഒതുക്കി വെച്ച് പിന്നെ കുളി കഴിഞ്ഞ് ഓടി വന്ന് ഫുഡ് കഴിച്ച് അങ്ങനെ പോവാമല്ലോ.
പിന്നെ ഒന്നിനും നേരം കിട്ടിയില്ല, വെറുതെ തലയിൽ എന്താ പറയുക 2 അടി എടുത്ത് സ്ലൈഡ് കുത്തി ഓടിപ്പോവുകയാണ് ചെയ്തത്. പൊട്ട് പിന്നെ അവരുടെ മുഖത്ത് ഇരിപ്പുണ്ടായിരുന്നു, അത് കാരണം കുഴപ്പമില്ലല്ലോ. ഞാൻ അതിനിടയ്ക്ക് കുറി വയ്ക്കാണ്ടായിരുന്നു കേട്ടോ ഓൺലൈനിൽ. ശ്രീകുട്ടനാണ് സാധാരണ ചെയ്യാറ്, ഞാനങ്ങനെ ചെയ്യാറ് പതിവില്ല. അത് കാരണം കൊണ്ട് അത് ചെയ്തപ്പോൾ കുറേ ടൈം അങ്ങോട്ട് പോയി. എന്നാൽ ചെയ്തിട്ട് OTP ഒന്നും വരിക ഒന്നും ചെയ്യാനും പറ്റിയില്ല കേട്ടോ. ശരിക്കും കുറേ ദിവസം 11-ാം തീയതി ആയിരുന്നു, ഓർമ്മയില്ലാണ്ട് പെട്ടെന്ന് അവിടെ ഇരുന്ന് ചെയ്യുകയും ചെയ്തു. പിന്നെ വൈകുന്നേരം വേഗം വന്നിരുന്ന് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഒരു അരമണിക്കൂറോളം അതും ഇരുന്ന് അങ്ങനെ പോയി. ശ്രീകുട്ടൻ പോയിട്ട് ബസ്സിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ശരിയായൂല്ല, എൻ്റെ ടൈം ഇട്ട് പോവുകയും ചെയ്തു. ആകെ തിക്കും തിരക്കായിട്ടാണ് ഇന്നത്തെ ദിവസം. അരമണിക്കൂറൊക്കെ രാവിലത്തെ നമ്മുടെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലല്ലേ അത്. അപ്പോൾ അങ്ങനെ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് ഓടിപ്പടിഞ്ഞ ബസ് കിട്ടുക തന്നെ ചെയ്തു കേട്ടോ. ആ ബസ് തന്നെ കിട്ടി. പിന്നെ അടുത്ത ബസ്സാണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നേരം വൈകും. പിന്നെ എൻ്റെ ബാങ്ക് അപ്ഡേറ്റ് ചെയ്യാൻ ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ പാൻ കാർഡും സാധനങ്ങളൊക്കെ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിട്ട് ചേട്ടനെ കൊണ്ട് ബാങ്കിലേക്ക് വിളിച്ചു. അപ്പോൾ അവിടെ ഇറങ്ങി ചേട്ടൻ്റെ ജോലി സ്ഥലത്തേക്കൊക്കെ പോയി. ജോലി സ്ഥലത്തേക്ക് പോയില്ല, എന്നാലും വഴിയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെയും കുറച്ച് ടൈം പോയി. അങ്ങനെ മൊത്തത്തിൽ ടൈം പോയി. പിന്നെ ഓഫീസിലാണെങ്കിലോ ഇന്ന് ഭയങ്കര കുരിശുകളായിരുന്നു കേട്ടോ. എന്താ പറയുക, ഭയങ്കര ദേഷ്യം വരുന്ന ഒരു ദിവസമായിരുന്നു. അങ്ങനെ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ക്ലീനിങ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പകൽ മുഴുവൻ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ തീരെ വയ്യാത്തവണൊക്കെ തോന്നി. നമുക്ക് പകലധികം ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, നമ്മൾ പണിയെടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ അപ്പോഴേക്ക് അങ്ങനെ ക്ലീനിങ് ഒന്നും ഇന്ന് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ചോറ് ഇത്തിരി കുറവായ കാരണം ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ദോശയാണ് കേട്ടോ. എന്താ പറയുക, റൈസ് ക്യാരറ്റ് ദോശ എന്ന് നമുക്ക് പേരിടാം അല്ലേ. അപ്പോൾ അതാ കുറച്ച് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് അത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടു, പച്ചമുളകും കറിവേപ്പിലും മുറിച്ചിട്ടു. കറിവേപ്പിലൊക്കെ നല്ലോണം കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും കുരുമുളക് പൊടിയും അതേപോലെ തന്നെ എന്താ പറയുക ഒരു ഇത്തിരി ജീരകത്തിൻ്റെ പൊടി കേട്ടോ. ജീരകത്തിൻ്റെ പൊടി ആവണമെന്നൊന്നുമില്ല, ജീരകമായാലും കുഴപ്പമില്ല ഇട്ടു. പിന്നെ നമ്മുടെ ഈ അരിപ്പൊടി ആകുമ്പോൾ ഇത്തിരി കനത്തിലുണ്ടാക്കുമ്പോൾ ഭയങ്കര കട്ടിപ്പാവില്ലേ. അപ്പോൾ ആ കട്ടിപ്പില്ലാണ്ടിരിക്കും ഇത്തിരി ചോറ് അരച്ച് കൂട്ടി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ 1-2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് പൊടിച്ച് ചേർത്താലും മതി, അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. പിന്നെ ഞാൻ എന്താ ഇത്തിരി എണ്ണ പറ്റി മാവ് ഒഴിച്ച് കൊടുത്തു, ഇത്തിരി കട്ടിക്ക് തന്നെ കേട്ടോ ഒഴിച്ചു കൊടുത്തു. മേലെയും കുറച്ച് തൂക്കി കൊടുത്തു. അപ്പോൾ നെയ്യാണ് കുറച്ച് നല്ല ടേസ്റ്റ്, കുറച്ചും കൂടി ടേസ്റ്റും ഹെൽത്തിയും. അപ്പോൾ നെയ്യ് ഒഴിച്ചാൽ മതി. മൂടി വെച്ച് വേവിച്ചു, മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് മൊരിയിച്ചെടുത്തു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കറിയൊന്നും വേണമെന്ന് നിർബന്ധമില്ല. എന്നാലും പിള്ളേർ പറഞ്ഞൊരു ചട്നി അരച്ചെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നേരമില്ല, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പകൽ മുഴുവൻ ടെൻഷനായിരുന്നു ഓഫീസിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം, ഒരു മടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അധികം ചെയ്തില്ല, ഇത് മാത്രമാണ് ചെയ്തോളൂ കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആവില്ലല്ലോ. അപ്പോൾ നാളെ നല്ല ഉഷാറോടുകൂടി എഴുന്നേൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. വന്നിരുന്ന് പിന്നെ കുറച്ച് നേരമൊക്കെ കഥ പറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കഥ പറയുന്ന ടൈമും ഇരിക്കുന്ന ടൈമൊക്കെയാണ്. എല്ലാവരും പോയാലും ഞാൻ പിന്നെ അവർക്ക് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ ഈ അടുക്കളയിലുള്ള നേരത്തെ ഞാൻ നിർബന്ധിച്ച് അവരെ വിളിക്കും കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്ന നേരത്ത് വർത്തമാനം പറയാനൊന്നും പറ്റില്ല. അത് കാരണം കൊണ്ട് ശ്രീകുട്ടനോട് ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനൊരു കസേര കൊണ്ടുവന്നിട്ട് കണ്ടിട്ട് വർത്തമാനം പറഞ്ഞ് അതിനിടയ്ക്ക് ഓരോന്നിടത്ത് കഴിക്കലും അങ്ങനെയൊക്കെ ആയി കേട്ടോ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫസ്റ്റ് പറയണമെന്നെന്നും ഞാൻ വിചാരിക്കും, ഇന്നും മറന്നു കേട്ടോ. ചിലപ്പോൾ ഒക്കെ പറ്റുന്നുണ്ട്, ചിലപ്പോൾ മറന്നു പോവുക. അപ്പോൾ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പറഞ്ഞില്ലേ 50% ആൾക്കാർ മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്തവർ വീഡിയോ കാണുന്നുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ കമൻറ്റ് എഴുതാനൊക്കെ ഇത്തിരി മടിയായിട്ടുണ്ട് എല്ലാവർക്കും. അപ്പം മടിയൊന്നും വേണ്ട, മടിയൊക്കെ മാറ്റി വെച്ച് കണ്ടിട്ട് കമൻറ്റ് എഴുതാം കേട്ടോ. ഞാൻ പരമാവധി തരുന്നുണ്ട്, റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒക്കെ പറ്റാണ്ടാവുമ്പോൾ കൂട്ടുകാരൊന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ അതാ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ ദോശ. ചെറിയൊരു ചപ്പാത്തിയുടെ ഒരു ടേസ്റ്റൊക്കെയാണ്. അപ്പോഴേക്കും ചേട്ടൻ വന്നു. ചേട്ടൻ വന്ന് പിന്നെ ചേട്ടനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഓക്കെ.